ഒരു ജനറേഷനിലെ പിള്ളേർക്ക് ഭയങ്കര അസൂയാണ്. എന്താണെന്ന് അറിയണ്ടേ? എടാ, അവർ ജനിച്ചപ്പോൾ തൊട്ട് ഓരോ മൂമെന്റും ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടേതുമുണ്ട് ആൽബങ്ങളിൽ കുഞ്ഞിലത്തെ ഫോട്ടോ. പക്ഷെ എന്നാൽ കൂടുതലായിട്ടും പായലും പൂപ്പലും പഠിച്ച് ഇങ്ങനെ വട്ടത്തിൽ വ്രണമൊക്കെ ആയിട്ട് നശിച്ച കുറച്ച് ഫോട്ടോസ്. അതിലും കഷ്ടമാണല്ലേ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കാലം. ആ കല്യാണ ആൽബത്തിലൊക്കെ ആണെങ്കിലും ഇതേപോലെ തന്നെ സേവ് ദ ഡേറ്റ് ഇല്ല. അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇച്ചിരിയുടെ ഭാഗ്യവാന്മാരാണ്. ബേബി ഷവറിന്റെ ഫോട്ടോസ് കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ കിടത്തി ഇങ്ങനെ പൂവിനകത്തൊക്കെ ഇരുത്തി എന്ത് ഭംഗിയാണ് കാണാൻ. നമ്മുടെ ഉണ്ട് ഇങ്ങനെ കരിയൊക്കെ എഴുതിപ്പിച്ച് അതേപോലെ തന്നെ കരിവളയൊക്കെ ഇട്ട് മുടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടൊക്കെ. അതേടെ അവർ ജനിക്കുമ്പോൾ തൊട്ടുള്ള പിക്ചേഴ്സ്, അവരുടെ സ്കൂളിലെ ഓരോരോ മെമ്മറീസ്, അല്ലെങ്കിൽ ടൂറിൻ്റെത്, ഫാമിലി ഗെറ്റ് ടുഗദറിൻ്റെത്, ഒരു ഫെസ്റ്റിവൽ, ഒരു ഉത്സവ നാട്ടിൽ വന്നാലുള്ള കളക്ഷൻ ഓഫ് മെമ്മറീസ് ആണ്. സ്കൂളിലെ ടൂർ അത്രയ്ക്ക് ഓർക്കാനുള്ള മെമ്മറീസ് അടിപൊളിയായിരുന്നെങ്കിലും നമുക്ക് ഒന്നോ രണ്ടോ ഫോട്ടോസൊക്കെ മാത്രമേ ഉള്ളൂ. അതും അത്ര ക്ലിയർ ഒന്നുമില്ല, നമുക്കറിയാം. പക്ഷേ അന്നത്തെ സാങ്കേതിക വിദ്യകൾ ഇപ്പോഴത്തെ പോലെ അല്ല. ആക്ച്വലി ദോസ് കിഡ്സ് ആർ വെരി ലക്കി. നമ്മുടെ ആ ഒരു ജനറേഷന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾക്ക് ഓർക്കാൻ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ചൈൽഡ്ഹുഡ് മെമ്മറീസ്, നമ്മുടെ അമ്മ വീട്ടിൽ പോയി കളിക്കുന്നതാവട്ടെ എന്ന് വെച്ചാലേ ഞങ്ങൾക്ക് അതൊന്നും ക്യാപ്ചർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് അതിനേക്കാളും ക്ലാരിറ്റിയോടെ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ പതിപ്പിച്ച ഓർമ്മകളാണ്.